പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഒരു നാട് മുഴുവൻ അവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രയേറെ ജനകീയനായിരുന്നു, സൗമ്യനായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്ന ഒരു മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള വിയോഗം അത് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾ? ശ്രീജ, എന്തായാലും രാമചന്ദ്രൻ്റെ മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാമചന്ദ്രൻ്റെ വിയോഗം. സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതാണ്. പക്ഷേ അവരൊരിക്കലും അറിഞ്ഞില്ല തിരിച്ചുള്ള വരവ് അത് ഇങ്ങനെയായിരിക്കും. ഒരിക്കലും മായാത്ത തീരാ ദുഃഖത്തിലേക്കാണ് ആ കുടുംബം പോകുന്നതെന്ന് ഒരിക്കലും അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്നലെ രാമചന്ദ്രൻ്റെ മകൾ ഇതെന്താണ് സംഭവിച്ചതെന്നടക്കം മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ദുഃഖത്തോടെയാണ് ആ കുടുംബം ഈ വാർത്ത കേട്ടത്. വളരെ ഞെട്ടലായിരുന്നു. പിന്നീട് അവർ ഇതിനോട് എന്താണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ടാണ്. അവർ 2 ദിവസം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ. കാരണം സന്തോഷത്തോടെ ഒപ്പമുണ്ടായിരുന്ന പിതാവ് ഇല്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന വേദന അത് എത്രമാത്രമാണ്. നമ്മൾ അന്ന് രാമചന്ദ്രൻ്റെ വീട്ടിൽ പോയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഒരു കാര്യം മാത്രം: ഇത്രയും സ്നേഹമുള്ള, ഇത്രയും സൗഹൃദത്തോടുകൂടി പെരുമാറുന്ന, നാട്ടിലൊക്കെ വലിയ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വലിയ ദുഃഖമാണുള്ളത്. ഏറെ ഞെട്ടലോടെ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെ കേട്ടതും. ചൊവ്വാഴ്ചയായിരുന്നു രാമചന്ദ്രൻ ഭീകരാക്രമണത്തിൽ മരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം പിറ്റേ ദിവസം ബുധനാഴ്ച വൈകിട്ടോടുകൂടി തന്നെ കൊച്ചിയിലെത്തിച്ചിരുന്നു. സഹോദരൻ, അമേരിക്കയിലുള്ള സഹോദരനെ കാത്തിരിക്കുകയായിരുന്നു. അത് സഹോദരൻ വന്നതിന് ശേഷം സംസ്കാരമടക്കമുള്ള ചടങ്ങുകളെന്ന് കുടുംബം പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് മൃതദേഹം എത്തിച്ച ബുധനാഴ്ചയും ഇന്നലെയും ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു. അതിനുശേഷമാണിപ്പോൾ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. മേയറടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ, ഗോവ ഗവർണർ, കേരള ഗവർണർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാഷ്ട്രീയ മേഖലയിലുള്ളവരൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാരണം നമുക്കൊരിക്കലും കശ്മീരിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ നമുക്കേറെ വേദനയുണ്ടാക്കി. നമ്മുടെ സ്വന്തം ഈ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വേദന ഉണ്ടായല്ലോ എന്നൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അതിലൊരു മലയാളി കൂടിയുണ്ട് എന്നുള്ളൊരു വിവരം, ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്തായാലും രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരുടെ വേദന അത് ഒരിക്കലും തീരാവേദനയാണ്. മകളും ഭാര്യയുമാണ് ഒപ്പമുള്ളത്. ഭാര്യ ഷീല, മകൾ ആരതി, കുട്ടികൾ, മകൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവം നടന്നത്, തൻ്റെ ഭർത്താവ് മരിച്ചു എന്നത് അവരറിഞ്ഞിരുന്നില്ല. ആ ഒരു അപകടം പറ്റി ആശുപത്രിയിലാണെന്ന് മാത്രമേ മകൾ പറഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം ഇവിടേക്ക് എയർപോർട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന സമയത്താണ് അച്ഛൻ മരിച്ചു എന്ന കാര്യം ഭാര്യയോട് മകൾ പറയുന്നത്. അത് അവർക്ക് എത്രമാത്രം വേദനയുണ്ടാക്കുമെന്ന് നമുക്ക് അറിയാം. കാരണം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നതിനാൽ പെട്ടെന്ന് ഇക്കാര്യങ്ങൾ പറയണ്ട എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ചേതനയേറ്റ് ശരീരത്തിന് മുന്നിൽ കരയുകയാണ് ഭാര്യ. അവർക്ക് അത് പ്രതീക്ഷിതമായിട്ടുള്ള എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബം കശ്മീരിലെ യാത്രയിലേക്ക് പോയത്. ആ യാത്രയിൽ പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുമെന്ന്, അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടാകുമെന്നൊന്നും ഈ കുടുംബം കരുതിയിരുന്നില്ല. സഹോദരൻ, ഭാര്യ, മകൾ അവിടെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുന്നത്. സ്വന്തം ഭർത്താവ്, അവർക്കൊപ്പം അത്രയും സന്തോഷത്തിൽ ഉണ്ടായിരുന്ന ഭർത്താവ് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. മകൾ ആരതിയാണ് നമ്മൾ കാണുന്നത്. അവരുടെ കുടുംബം എത്രമാത്രം സങ്കടത്തിലാണെന്ന് നമുക്ക് പറയുന്നതിനേക്കാളും ഏറെയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ, അവർക്കുണ്ടായ നഷ്ടം.
ഇതിലും അത്രയും വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. സ്വന്തം പിതാവിനെ തൻ്റെ കണ്ണിൽ മുന്നിൽ വെച്ചാണ് ഭീകരർ കൊലപ്പെടുത്തുന്നത് മകൾ കാണുന്നത്. അപ്പോഴും വെറുതെ വിടണമെന്ന് യാചിക്കുകയായിരുന്നു അവർക്ക് മുന്നിൽ. ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് മിനിയാന്ന് വൈകിട്ടാണ് മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിച്ചത്. 7:30 കൊച്ചിയിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. തുടർന്ന് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൃതദേഹം. ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ്, ആ യാത്രയ്ക്ക് ശേഷം ഇപ്പോഴായിരിക്കും ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരം അവർ കാണുന്നത്. നവമി അവിടെ തുടരുന്നുണ്ട്. നവമി, ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിലെ വലിയ പ്രശ്നം ആരതി കരയാത്തതായിരുന്നു. പക്ഷേ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം ഓരോ പ്രതിസന്ധിയിൽ എങ്ങനെയാണ്
പെരുമാറുക എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആരതി ഒരു ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്നു. ആ സമയത്ത് ഏറ്റവും മനസ്സാന്നിധ്യത്തോടെ പെരുമാറി അമ്മയെയും മക്കളെയും സുരക്ഷിതരായി നാട്ടിലെത്തിച്ച് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് തകർന്ന് ബന്ധുക്കളുടെ ചുമലിൽ കിടക്കുന്ന ആരതിയാണ്. ഒരുപക്ഷെ ആരതിയുടെ അമ്മ ഇപ്പോഴാണ് ആരതിയുടെ അച്ഛൻ്റെ മൃതദേഹം ആദ്യമായി കാണുന്നത്. അങ്ങനെ ഇത്രയേറെ ഒരു സന്തോഷത്തോടെ പോയ യാത്ര ഇത്രയേറെ വലിയൊരു ദുരന്തമായി മാറുന്നത് ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറത്താണല്ലേ? ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെത്തി എൻ രാമചന്ദ്രന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവിടെ ഇടപ്പള്ളി ഭാഗത്ത് ഏറ്റവും ജനകീയനായ ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹകരണവും സാന്നിധ്യവും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ആദ്യ ദിവസം തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി. അങ്ങനെ വളരെ ജനകീയനായ, സൗമ്യനായ, സഹൃദയനായ ഒരു മനുഷ്യൻ ഇങ്ങനെയൊരു ദുരന്തത്തിൽ തങ്ങളെ വിട്ടുപോയതിൻ്റെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും പ്രിയപ്പെട്ടവർക്കായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ സന്തോഷത്തോടെ കശ്മീരിലേക്കൊരു യാത്ര പോയതാണ്. അതും ഭാര്യയും മകളും കൊച്ചുമക്കളുമായി പോയ യാത്ര ഇത്രയേറെ വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കുമെന്ന് ആരാണ് ഓർക്കുക? അങ്ങനെ ഒരു യാത്രയ്ക്കൊടുവിൽ ആ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാൻ ഇപ്പോഴും ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെയൊക്കെ മുഖത്ത് കണ്ട ദുഃഖം